നമസ്കാരം. ഒരു 45-48 വയസ്സുള്ളൊരു സ്ത്രീ അവരെന്നോട് പെട്ടെന്ന് കമ്പനിയായി. അതായത് എറണാകുളം കച്ചേരിപ്പടിക്കൽ അന്നൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അന്നവിടെ ഉഴിച്ചിൽ, നസ്യം ചെയ്യൽ, എന്തൊക്കെയോ പരിപാടിയൊക്കെയാണ്. അഡ്മിറ്റ് ചെയ്തിട്ടാണ് ചികിത്സിക്കൽ. അതായത് കച്ചേരിപ്പടിക്കൽ നമ്മൾ ചിറ്റൂർ റോഡ് തിരിയണ ആ മൂലയില്ലേ, ആ കോർണറിലാണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എക്സൈസ് ഓഫീസ് ഇന്ന് കാണുന്നത്. ഈ ആസ്പത്രി ഇപ്പം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവും, ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ. അത് കഴിഞ്ഞ് കുറച്ചാണ്ട് പോയാലാണ് സീമാട്ടിൻ്റെ കോമ്പൗണ്ടും ഇതൊക്കെ. മെട്രോ ഒക്കെ വന്നപ്പോൾ അവിടെ പിക്ചർ മാറി. അപ്പം ഞാനവിടെ പോയത്, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ അഡ്മിറ്റായിരുന്നു. അവിടെ അഡ്മിറ്റ് ആക്കണമെങ്കിൽ തന്നെ നല്ല റെക്കമെൻഡ് വേണം. അന്നുണ്ട് റെക്കമെൻഡേഷനൊക്കെ. അവിടെ പോയാൽ രക്ഷപ്പെടുത്തി തരും. അന്ന് കോട്ടക്കൽ ആയുർവേദശാലയൊന്നും അങ്ങനെ ഫേമസ് ഒന്നും അല്ലാന്ന് തോന്നണത്. ഇപ്പം അല്ലേ മെഡിക്കൽ ടൂറിസമൊക്കെ വന്നപ്പോൾ കോട്ടക്കൽ ആയുർവേദശാലയൊക്കെ ലോകം മുഴുവൻ അറിയും. പണ്ട് സാധാരണക്കാർക്ക് ഗവൺമെൻറ് ആശുപത്രി അഡ്മിറ്റും ഒക്കെ. അപ്പോൾ അവിടെ ഉണ്ടൊരു പെണ്ണ്, അതിൻ്റെ ഭർത്താവിന് ചെറിയ സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ റിക്കവറിയായി വന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് എന്നെ പരിചയപ്പെട്ടത്. ഇങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അമ്മായിയമ്മയും ഇയാളുടെ പെങ്ങളൊക്കെ മാറി മാറി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ചില സ്ത്രീകൾക്ക് പെട്ടെന്ന് അട്രാക്ഷൻ വരും ആണുങ്ങളോട്. പിന്നെ അവർ എപ്പോൾ കിടന്നെന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അസലായിട്ട് ഇയാൾ അഡ്മിറ്റ് ഡിസ്ചാർജ് ആകണ വരെ ഒന്നിടവിട്ട ദിവസങ്ങൾ എൻ്റെ വീട്ടിൽ ആ സ്ത്രീ വരും. ഞാനവരെ ശരിയാക്കും. ഇത് പറയാൻ കാരണം എന്താണെന്നറിയാം. നമ്മുടെ മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുഷ്യൻ വർഷങ്ങളായിട്ട്, ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. അന്നും പുരുഷൻ ഭംഗിയുള്ള സ്ത്രീകളെ കളിക്കാൻ ശ്രമിക്കും. അവരെ കളി നല്ലോണം കിട്ടില്ലെങ്കിൽ കരുത്തുള്ള ആണുങ്ങൾക്ക് പെണ്ണ് കിടന്നു കൊടുക്കും. അങ്ങനെയായിരുന്നു അന്ന് തമ്മിലടിച്ചൊക്കെ ചാകല. പിന്നെ മനുഷ്യന് ആയുധം കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൊലപാതകങ്ങളൊക്കെ കൂടി പെണ്ണിൻ്റെ പേരിൽ. പിന്നെ കൃഷി ആരംഭിച്ച് തുടങ്ങിയപ്പോൾ മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കൽ തുടങ്ങി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്നറിയാം, എന്ന് പെണ്ണിൻ്റെ പേരിലാണ് കലഹം. അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി വെച്ച്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ മതങ്ങൾ കയറി വരണത്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ വിവാഹം എങ്ങനെയെന്ന് വെച്ചാൽ, ദൈവം കൂട്ടി യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കാതിരിക്കട്ടെ എന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് പഴയ പാട്ട് അച്ഛൻ എപ്പോഴും പാടും. എങ്ങനെ ദൈവം കൂട്ടി യോജിപ്പിക്കണത്? പള്ള നിറച്ച് സ്വർണം, വീടിൻ്റെ അടിയാധാരം വരെ പണയം വെച്ച് സ്വർണവും മേടിച്ചിട്ടുണ്ട്, പൈസ. എന്നിട്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ പണ്ട് മുണ്ടൊക്കെ എടുത്താൽ പെണ്ണ് സാരി കൊടുത്താണ് പോലെ. ഇപ്പോൾ ഇവൻ സോട്ടും കൂട്ടുമൊക്കെ കോട്ടൊക്കെ ഇട്ട് കാണിച്ചില്ല. അപ്പോൾ അച്ഛൻ പഴയ പാട്ട്, ദൈവം കൂട്ടി യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കാതിരിക്കട്ടെ. കാരണം ഈ പെണ്ണിൻ്റെ ആണിൻ്റെ സ്വഭാവം എന്താണെന്ന് വരെ ഇവർക്ക് മനസ്സിലായിട്ടില്ല. ഇവർ തമ്മിൽ ബ്രോക്കർ മുഖേന കൊണ്ടുവന്ന എല്ലാ ഡിമാൻഡും പെണ്ണിൻ്റെ വീട്ടുകാർ ചെയ്തു കൊടുത്തപ്പോൾ അവർ നല്ലൊരു ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെ ചാമ്പും. ഇവനാര് ഇവളാര് ഇവർ തമ്മിൽ പൊരുത്തമുണ്ടെന്ന ഒരു പ്രശ്നം അവർ തിരഞ്ഞിട്ടില്ല. പിന്നെ ഇവർ അടി കൂടിയാൽ എന്താ ചെയ്യുക? പക്ഷെ വേറൊന്നുണ്ട്, ഇത്രയും പേരൊക്കെ ഒന്നിച്ചുള്ള കല്യാണമല്ലേ. പിന്നെ ആണും കുറച്ചൊക്കെ പേടിക്കും. ഇപ്പം സ്നേഹത്തിലല്ല ബന്ധം നിൽക്കണത്. കുടുംബ കോടതി അല്ലെങ്കിൽ പോലീസ്, ഡൊമസ്റ്റിക് വയലൻസ്, ഇവിടെ തല്ലിയ കേസ് കൊടുക്കാൻ പറ്റും, ഇതൊക്കെ പരസ്പരം അറിയുന്ന ആൾക്കാരാകുമ്പോൾ അങ്ങനെ ജീവിച്ചു പോകണം. പിന്നെ ഇവർ കളിക്കും, 2-3 മക്കളുണ്ടാവും, അല്ലെങ്കിൽ 2 ഉണ്ടാവും. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ദൈവം കൂട്ടി യോജിപ്പിക്കാനൊന്നും പറ്റില്ല, ഹിന്ദുക്കളല്ല. അപ്പോൾ അവളുടെ സാരീൻ്റെ തല ഇവൻ്റെ മുണ്ടിൻ്റെ തലയും കൂടി കൂട്ടിക്കെട്ടും ദൈവം. ഇതൊക്കെ ഒരു ഒന്നിച്ച് പോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷെ വേറെ കുഴപ്പമുണ്ട് അവിടെയൊക്കെ. ആണിന് നല്ല കളി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പെണ്ണടങ്ങി നിൽക്കില്ല.
അതിൽ പെണ്ണിന് എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ ആണും അടങ്ങി നിൽക്കില്ല. അപ്പോൾ ഒരു പുറംചാട്ടം തുടങ്ങും. അപ്പോൾ ദൈവം കൂട്ടി യോജിപ്പിച്ചതൊക്കെ അവിടെ ബ്രേക്കായി. ഇപ്പം ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. പെണ്ണിന് ഇടയ്ക്കൊക്കെ ഒരു ഓമന കൊട്ടൊക്കെ കൊടുക്കണ ഒരാൾ അസലായിട്ട് കളിച്ചും കൊടുക്കും. ലേശം അടിക്കണ ആളാണ് കുട്ടികൾ. ഇപ്പം വരുമ്പോൾ ഒരു ബീഫ് ഫ്രൈയോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് നല്ല തിന്നാൻ കൊടുത്താൽ ആ പെണ്ണ് സാറ്റിസ്ഫൈഡാണ്. അവൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷേ ഇത്ര പള്ളർച്ച് സ്ത്രീധനമൊക്കെ കൊടുത്തിട്ട് നല്ലൊരു കളി കിട്ടാത്ത പെണ്ണാണെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ ഇവള് വയലൻ്റാണ്. ഇവനെ തന്നെ ഇടാ പോടാന്ന് വിളിക്കും. അമ്മായിമ്മനോട് കത്തറ, കുട്ടികളെ തല്ലും. ഇതിൻ്റെ എഫക്റ്റ് എവിടേക്ക് എത്തുമെന്നറിയാം. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ഗർഭിണിയായി നിൽക്കുമ്പോഴേ തല്ല് തുടങ്ങുക. അപ്പോൾ ഈ കുട്ടി ഇതൊക്കെ കണ്ടു വളരെ തന്തനെ വരെ തല്ലാൻ കയ്യോങ്ങും പെണ്ണ്. ഇതിൻ്റെയൊക്കെ മൂല കാരണം അവൾക്ക് കളി കിട്ടണില്ല. അമ്മായിമ്മനോട് കത്തറുണ്ടാക്കും. അപ്പോൾ ഇത് കണ്ടാണ് ഈ കുട്ടി വളരണത്. ഈ കുട്ടി കലഹപ്രിയനാവും. അതായത് അവൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി അവൻ്റെ ഒപ്പമുള്ള കുട്ടികളോട് അവൻ അടി തുടങ്ങും. അതായത് മര്യാദക്കുള്ള കളി കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് എവിടം വരെ എത്തും. ഇവൻ കലഹപ്രിയനായി. അങ്ങനെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചപ്പോൾ ഈ പെണ്ണ് ഭർത്താവിന് സ്ട്രോക്കാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം വന്ന് കിടന്ന പെണ്ണിനോട് ഇവരുടെ ഹിസ്റ്ററി ഒക്കെ ഞാൻ ചോദിച്ചു. ഇപ്പം ഭയങ്കര മോശം ആളായിരുന്നു. ഇവിടെ തല്ലാത്ത ദിവസമില്ല. ഇവന് ഇഷ്ടമുള്ള മോഡലൊക്കെ ഒരു മിനിറ്റൊന്നും വേണ്ട, കുമ്പിട്ട് നിർത്തിയും പല മോഡൽ ഇവനോട് കളിച്ചിട്ട് പശുവിനെ പോലെയൊക്കെ നിർത്തി ഡോഗി ഒക്കെ ചെയ്ത് അവനോട് പോവും. വെള്ളമടിച്ച് വന്നിട്ടാണ് വൈകൃതങ്ങൾ. ചിലപ്പോൾ ഈ സാധനം പൊന്തി വരില്ല. അപ്പോൾ ഓറൽ സെക്സ് ചെയ്യാൻ പറയും. അങ്ങനെ ഇവളിട്ട് ഗതി കെടുത്തിയ ഒരാളാണ്. പക്ഷെ ഇവൾ തളർന്ന് വീണപ്പോൾ ആരാ ഉള്ളത്? അവളുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അവൾക്ക് സ്നേഹം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു മണിക്കൂറായിക്കോട്ടെ, ഒരു ദിവസം ആയിക്കോട്ടെ, ആ പെണ്ണിനെ ഞാൻ പ്രണയിക്കുകയാണ്. എൻ്റെ ഒപ്പം വരണ ഇന്ന് ഞാൻ പരിചയപ്പെട്ട കാമുകി എന്നുള്ള ആ ബേസിലാണ് ഞാൻ അവളോട് ബിഹേവ് ചെയ്യുന്നത്. ഈ പെണ്ണ് ഇയാൾ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് തമ്മിൽ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ അങ്ങോട്ട് കരഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച്. ഞാൻ പറ കിട്ടിയത് ലാഭമൊന്നും വിചാരിക്കുക, നമുക്ക് ഇനിയും കാണാം. അവനെ നല്ലോണം നോക്ക്. എന്തിനാണ് അയാളെ നോക്കിയിട്ടെന്ന്? ആ പെണ്ണിൻ്റെ മൈൻഡിൽ വൈരാഗ്യമാണ്. അതായത് വീട്ടുകാരൊക്കെ പാടെ കെട്ടിച്ച് കൊടുത്താലേ അങ്ങോട്ട് എല്ലാ പെണ്ണുങ്ങളും അങ്ങോട്ട് ഇട്ടെറിഞ്ഞ് പോരില്ല. ഇപ്പം ഞാൻ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഒരു പെണ്ണിനെ ആത്മഹത്യക്ക് തള്ളിവിട്ടില്ലേ? ശരിക്കും ആ പെണ്ണിനെ തന്തയെ തള്ളാണ് ഇതിന് ഉത്തരവാദി. ഇവർ ചിന്തിച്ച എന്താണെന്നറിയാം? ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആകുമ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ് സാലറി കൂടാതെ പാവപ്പെട്ടവരെ കണ്ണീരും ഒക്കെ പറ്റിച്ച് കൈക്കൂലി മേടിച്ച് നല്ലൊരു എമൗണ്ട് വീട്ടിൽ കൊണ്ടുവരുമെന്ന് ഈ തെണ്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ലേലം വിളിയാണ്. ഒരു 50 ലക്ഷം ഇവർ ഓഫർ ചെയ്യുമ്പോൾ പിറ്റേ ദിവസം വേറെ ഒരുത്തന്നെ 55 ഓഫർ ചെയ്താലോ കൈവിട്ട് പോകൂലേ? അപ്പം അവനോട് ഉറപ്പിക്കണം അവൻ പറഞ്ഞ റേറ്റിൽ, പറഞ്ഞ കാറുമൊക്കെ. ഈ തെണ്ടിൻ്റെ സ്വഭാവം എന്താണെന്ന് ആരും തിരഞ്ഞില്ല. അപ്പോൾ വീട്ടുകാർക്ക് അന്തസ്. ആ മോളുടെ കെട്ടിയാണ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MVD. അനുഭവിച്ചില്ലേ? പണ്ടൊരു വനിതാ കമ്മീഷൻ്റെ സ്ത്രീ പറഞ്ഞില്ലേ, അനുഭവിച്ചോട്ടാ പറഞ്ഞില്ലേ. പിന്നെ പ്രേമവിവാഹം, അതും സക്സസ് ആകാൻ പ്രയാസം. അതാകും ഏതെങ്കിലും ഒരാൾ, പെണ്ണോ ആണോ, നല്ലോണം ശ്രമിക്കണം. ഇല്ലേ അതും അടിച്ച് പിരിയും. മരിക്കാൻ പോലും തയ്യാറാണ് ഷേട്ടാന്നൊക്കെ പറയാൻ പെണ്ണും, നീയില്ലെങ്കിൽ ഞാനില്ല എന്ന് പറയാൻ പുരുഷനും. ജീവിത യാഥാർത്ഥ്യങ്ങൾ മുന്നിലാണ് കണ്ടാൽ കേൾക്കണം. അടി തുടങ്ങും. അതിൽ ഒരാൾ സ്റ്റേണായാൽ അത് ഈസി ഗോയിങ് ആണ്. അല്ലേ അതും അടിച്ച് വരും. അപ്പം പറഞ്ഞു ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, സെക്സ് നടക്കണില്ല എന്ന് കണ്ട പുറം കളി ചെയ്യുമ്പോൾ അത് കണ്ടാലും അത് മൈൻഡ് ചെയ്യാണ്ട് വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നാട്ടുകാരോട് ഒരു അഭ്യർത്ഥന, എവിടെ അവിഹിതം കണ്ടാലും നാട്ടി കണ്ടിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്.